ഒരൗപചാരികതയുമില്ലാതെ നിങ്ങൾ എന്നെ ചേർത്ത് നിങ്ങൾക്ക് എന്നെ ചേർത്ത് പിടിക്കാം. നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടാവും. ഞാൻ വീണ്ടും പറയുന്നു, എനിക്കെവിടെയും പോകാനില്ല. എനിക്കൊരു കച്ചവടത്തിനും പുറത്തു പോകാനില്ല. എനിക്ക് പോയിട്ട് വേറെ ഏതെങ്കിലും ഒരു നഗരത്തിൽ ഒരു മെട്രോ നഗരത്തിൽ സ്ഥിരതാമസമാക്കാനില്ല. ഞാൻ ഇവിടെ ജനിച്ചുവെങ്കിൽ, ഇവിടെ ജീവിക്കുന്നുവെങ്കിൽ ഇവിടെ തന്നെ ആയിരിക്കും. മാത്രമല്ല, എൻ്റെ പാർട്ടി എന്നെ സംബന്ധിച്ചിടത്തോളം പല തവണ എനിക്ക് സാമൂഹ്യ പ്രവർത്തനത്തിലുള്ള അവസരം നൽകി. എന്നെ പഞ്ചായത്ത് പ്രസിഡന്റാക്കി. നമ്മളെല്ലാവരും കൂടി നിരവധി പദ്ധതികൾ നടപ്പിലാക്കി. മാത്രമല്ല, രാജ്യത്തിന് മാതൃകയായ അംഗീകാരങ്ങൾ ഈ നാട്ടിലേക്ക് നമ്മൾ നേടിക്കും. അതെൻ്റെ മാത്രം കഴിവല്ല, നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നതുകൊണ്ട് നിരവധി അംഗീകാരങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചു. പാർട്ടി എന്നെ നഗരസഭ ചെയർമാനാക്കി. നമ്മളെല്ലാവരും കൂടി കേരളത്തിലെ ഏറ്റവും നല്ല നഗരസഭകൾ അവാർഡുകൾ വാങ്ങിച്ചു. ദേശീയ തലത്തിൽ അംഗീകാരങ്ങൾ ഈ നിലമ്പൂരിന് കിട്ടി. യൂണിസെഫ് നമ്മളെ അംഗീകരിച്ചു. അങ്ങനെ നിരവധി കാര്യങ്ങൾ. ഞാൻ അതിലേക്ക് സമയക്കുറവുകൊണ്ട് പോകുന്നില്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, എനിക്ക് പാർട്ടി തന്ന ഈ അവസരം അതിഗൗരവമുള്ളതാണ് എന്നെനിക്കറിയാം. കാരണം 9 വർഷമായി കേരളം അനുഭവിക്കുന്ന ദുരിതപൂർണമായ ദുസ്സഹമായ അവസ്ഥയിൽ നിന്ന് കേരളത്തെ രക്ഷിക്കാൻ അതിന് വേണ്ടിയുള്ള ജനങ്ങൾ കാതോർത്ത് അവസരം കാത്തു നിൽക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം ഏറെയാണ്. അതുകൊണ്ട് നിലമ്പൂരുകാർ, ഞാൻ ഒരു കാര്യം ഉറപ്പാ, ഇത് 10 മാസത്തേക്ക് 11 മാസത്തേക്കുള്ള ഒരു MLA തെരഞ്ഞെടുക്കാനുള്ള തെരഞ്ഞെടുപ്പല്ല. ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ താഴെ ഇറക്കി പകരം ജനാധിപത്യ രീതിയിൽ ജനങ്ങളുടെ കൂടെ നിൽക്കാൻ കഴിയുന്ന ഒരു ഗവൺമെന്റ് ഉണ്ടാക്കാനുള്ള ഒരു ജനവിധി നിലമ്പൂരിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് നമ്മൾ ഇറങ്ങുന്നത്. അത് പ്രതീക്ഷയല്ല, അതിന് കൃത്യമായ ബോധ്യം നമുക്കുണ്ട്. ജനങ്ങൾ UDF മാത്രമല്ല മുഴുവൻ ആളുകളും അതിനുവേണ്ടി നമ്മളെ പിന്തുണയ്ക്കുകയാണ്. വിവിധ പ്രദേശങ്ങളിൽ ചെല്ലുമ്പോൾ ഓരോരുത്തരും എനിക്ക് പിന്തുണ അർപ്പിക്കുന്നത് രാഷ്ട്രീയത്തിന് അതീതമായിട്ടാണ്. എന്നോടുള്ള സ്നേഹം കൊണ്ട് മാത്രം ഒന്നുമല്ല. എങ്ങനെയെങ്കിലും ഈ ഇടതുപക്ഷ ഗവൺമെന്റ് ഒന്ന് ഇറങ്ങിപ്പോകണം, അതിന് ഞങ്ങളും കൂടെയുണ്ട് എന്ന് സ്വകാര്യമായും അല്ലാതെയും പരസ്യമായും രാഷ്ട്രീയമില്ലാത്തവരും ഇടതുപക്ഷത്തിന്റെ അനുഭാവികളും പറയുന്ന ഒരു ഘട്ടം ഇവിടെ നിൽക്കുകയാണ്. ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിച്ചതുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് ആരുടെ മുന്നിലും തലകുനിക്കേണ്ടി വരുന്നൊരു ഘട്ടം അരിയാടൻ ഷൗക്കത്തിന്റെ ഭാഗത്തൊന്നും ഉണ്ടാവില്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ വനാതിർത്തിയിൽ ചുറ്റപ്പെട്ട ഒരു ഗ്രാമമാണ് ഇത്. വാസ്തവത്തിൽ ഒരൊറ്റ പഞ്ചായത്ത്. എൻ്റെ പിതാവ്, നിങ്ങൾക്കറിയാം, കുഞ്ഞാക്ക MLA ആകുമ്പോൾ ഇതൊരൊറ്റ പഞ്ചായത്തായിരുന്നു. ഒരു വില്ലേജായിരുന്നു. കുറേ ദ്വീപുകളായിരുന്നു. പാലങ്ങളില്ല. എല്ലായിടത്തും തോണിക്കടവുകളായിരുന്നു. ഇതിനൊരു നാടാക്കി മാറ്റി. ഇന്നത് 7 പഞ്ചായത്തും ഒരു നഗരസഭയുമായി മാറി. 8 വില്ലേജുകളായി മാറി. ഓരോ സ്ഥലത്തും സ്കൂളും ആശുപത്രിയും സൗകര്യങ്ങളുമായി. ഒരു തോണിക്കടവുകളുമില്ലാതെ ഒരു നാടാക്കി ഇതിനെ നമുക്ക് മാറ്റാൻ സാധിച്ചു. അത് UDF ചെയ്തതാണ്. അത് കുഞ്ഞാക്കയുടെ നേതൃത്വത്തിൽ മാറി മാറി വരുന്ന UDFന്റെ ഗവൺമെന്റിന്റെ പിന്തുണയോടുകൂടി ചെയ്തതാണ്. നമുക്കിതിനൊരു നാടാക്കി മാറ്റാൻ നമുക്ക് സാധിച്ചുവെങ്കിൽ ഈ നാടിനെ നിലനിർത്തുന്ന പുരോഗതിയിലേക്ക് നയിക്കാൻ UDF കൊണ്ടുവന്ന പദ്ധതികളുടെ തുടർച്ചയുണ്ടാവാൻ നമുക്കൊരുമിച്ച് മുന്നോട്ട് പോകാം എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എന്തൊക്കെയായാലും നമ്മളൊക്കെ ഒരുമിച്ച് നമുക്ക് മുന്നോട്ട് പോകാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇവിടെ ഉണ്ട് എന്ന് മാത്രമല്ല, ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന പല വാദപ്രതിവാദങ്ങൾക്ക് മറുപടി പറയാതെ നമുക്ക് കുറേ കാര്യങ്ങൾ ജനങ്ങളുമായി സംവദിക്കാനുണ്ട്. ഇപ്പോഴും ഞാൻ വേണുഗോപാൽജിയുടെ അറിവിന് കൂടി പറയാണ്. 2019 പ്രളയത്തിൽ കമ്പളപ്പാറ ദുരന്തമുണ്ടായപ്പോൾ അതിൻ്റെ കൂടെ വീട് നഷ്ടപ്പെട്ട 300 ചില്ലാനം ആദിവാസി കുടുംബങ്ങൾ ഇപ്പോഴും നീല പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ച് കഴിയുക. അവർക്ക് ശൗചാലയമില്ല, കിടപ്പാടമില്ല, അവർക്ക് കുടിക്കാൻ വെള്ളമില്ല, ഒന്നുമില്ല. അവസാനം ഞാനും വാണിയമ്പുഴ കോളനിയിലെ സുധയും വാണിയമ്പുഴ സങ്കേതത്തിലെ സുധയും കൂടി ഹൈക്കോടതിയിൽ പോയിട്ടാണ് ഒരു ശൗചാലയം കിട്ടിയത്, ഒരു പാലം പണി തുടങ്ങിയത്. ഇപ്പോഴും അവർ പ്ലാസ്റ്റിക് ഷീറ്റിനുള്ളിൽ കഴിയുക. കാട്ടാൻ ആക്രമണത്തിൽ നിരവധിയായ ആളുകൾ. കഴിഞ്ഞ 6 മാസം കൊണ്ട് 2 മരണം
നിലമ്പൂരിലുണ്ടായി. എന്ത് പ്രതിവിധിയാണ് നമുക്കുള്ളത്? എങ്ങനെയാണ് നമ്മൾ പ്രതിരോധിക്കേണ്ടത്? ആരോടാണ് നമ്മൾ പരാതി പറയേണ്ടത്? പരാതി പറയാൻ പോലും നമുക്ക് ഇടമില്ലാത്ത നിലമ്പൂരായി നിലമ്പൂർ മാറി. നമുക്കതിന് പകരം ഒരുമിച്ച് നിന്ന് പരാതി പറയുകയല്ല, അതിനെ പരിഹാരം കാണുന്ന ഒരൊത്തുചേരൽ നമുക്കുണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കണം. അതിന് നിങ്ങളുടെ കൂടെ എന്നും കൂടെ ഉണ്ടാവും എന്ന് മാത്രമാണ് പറയാനുള്ളത്. നമ്മുടെ വാതിലുകളൊന്നും, UDF നേതാക്കളുടെ വാതിലുകളൊന്നും കൊട്ടിയടക്കപ്പെടാറില്ല, എന്നും തുറന്നിട്ടിരിക്കുന്ന വാതിലായിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എല്ലാവിധ പിന്തുണയും സ്നേഹവും ഒക്കെ എനിക്കുണ്ട്, എനിക്കറിയാം. പക്ഷേ നമുക്ക് എല്ലാവരും നമ്മുടെ കുടുംബത്തിലെ, ബന്ധത്തിലെ, കല്യാണം ചെയ്ത ബന്ധങ്ങളിലെ, സുഹൃത്തുക്കളിലെ എല്ലാവരോടും ഈ കാര്യം പറഞ്ഞുകൊണ്ട് എൻ്റെ ചിഹ്നമായ കൈപ്പത്തി അടയാളത്തിൽ വോട്ട് നൽകി വിജയിപ്പിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്കൊരുമിച്ച് ഒരു നിലമ്പൂര് പുനഃസൃഷ്ടിക്കുക മാത്രമല്ല, നിലമ്പൂരിൻ്റെ ഒരു വലിയ തുടർച്ചയുണ്ടാക്കുക മാത്രമല്ല, കേരളത്തിൽ ഒരു ജനാധിപത്യ ഗവൺമെന്റ്, ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വരാൻ, അതിനുവേണ്ടിയുള്ളൊരു ജനവിധി നമുക്കുണ്ടാക്കിയെടുക്കാൻ നമുക്ക് ഒരുമിച്ച് മുന്നേറാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്നും ഈ ബാപ്പുട്ടി നിങ്ങളുടെ കൂടെയുണ്ടാവും. ഒരു വിളിപ്പാടകലെ എന്നും ആ വിളി, ഒരു നിങ്ങൾ എവിടെ എന്ന് ചോദിച്ചാൽ ഒരു വിളിയിൽ ഞാൻ കൂടെയുണ്ടാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.